ക്ലോക്കിലെ സമയം 6:20 ആയാൽ അതിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? നമുക്കൊരു ക്ലോക്കിലെ സമയം തന്നിട്ടുണ്ട് 6:20. നമ്മൾ കാണേണ്ടത് ആ ക്ലോക്കിലത്തെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവാണ്. ഒരു ക്ലോക്കിലെ സമയം തന്നിരുന്നാൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണുന്നതിനുള്ള സൂത്രവാക്യം 30h - 11/2 m എന്നാണ്. ഇതിൽ h എന്നത് ഹവർ അഥവാ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു, m എന്നത് മിനിറ്റിനെ സൂചിപ്പിക്കുന്നു. നമ്മളിതിൽ വില കൊടുക്കുമ്പോൾ h മണിക്കൂറാണ്. 6 മണി 20 മിനിറ്റ് പറയുമ്പോൾ 6 മണിക്കൂറും 20 മിനിറ്റും. അപ്പോൾ ഇത് 6 എന്ന് പറയുന്നതാണ് h, m എന്ന് പറയുന്നത് 20 ആണ്. നമ്മൾ വില കൊടുക്കുക 30h, 30 × h 6 - 11/2 × m 20. 30 × 6 ഗുണിച്ചാൽ 180 എന്ന് കിട്ടും. മൈനസ് ഇത് നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 10 എന്ന് വരും. 11 × 10 110. 180 നിന്ന് 110 കുറച്ചാൽ 70 ഡിഗ്രിയാണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. ഈ കണക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഉത്തരം നമുക്ക് നെഗറ്റീവ് കിട്ടിയാൽ ആ നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നമുക്ക് കിട്ടുന്ന ഉത്തരം 180-ൽ കൂടുതലാണെങ്കിൽ, ഈ കിട്ടുന്ന കോണളവ് 180-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഉത്തരം കാണാൻ ഈ കിട്ടുന്ന കോണളവ് 360 എന്ന് കുറച്ചെഴുതണം. 6500 രൂപയ്ക്ക് 5% സാധാരണ പലിശ നിരക്കിൽ 73 ദിവസത്തെ പലിശ കാണുക. സാധാരണ പലിശയാണ് കാണേണ്ടത്. സാധാരണ പലിശയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പറയും. സാധാരണ പലിശ കാണുന്നതിനുള്ള സൂത്രവാക്യം I = P × N × R. ഇതിൽ I സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ, P പ്രിൻസിപ്പൽ നിക്ഷേപ തുക, N നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്. ഇതിൽ വില നമുക്ക് പലിശയാണ് കാണേണ്ടത്. അപ്പോൾ I = നിക്ഷേപിക്കുന്ന തുക എത്രയാണ്? 6500 × N പറഞ്ഞാൽ വർഷങ്ങളുടെ എണ്ണമാണ്. പക്ഷേ ഇവിടെ ദിവസങ്ങളുടെ എണ്ണ തന്നിരിക്കുന്നത്. അപ്പോൾ ദിവസങ്ങളെ നമ്മൾ വർഷങ്ങളാക്കണം. ദിവസത്തിനെ വർഷമാക്കാൻ 365 ഉണ്ടായിരിക്കണം. അപ്പോൾ 73 ദിവസം എന്നത് വർഷമാക്കുമ്പോൾ 73/365 ഇൻറ്റു പിന്നെ 6 പലിശ നിരക്കാണ്. അത് എത്രയാണ്? 5%. അതായത് 5/100. നമുക്കതിൽ ഈ 2 പൂജ്യവും ഈ 100ഉം വെട്ടിക്കളയാം. 73നെ 5 കൊണ്ട് ഗുണിച്ചാൽ 365 കിട്ടും. അപ്പോൾ 73ഉം 365 വെട്ടി ചുരുക്കിയിട്ട് നമുക്കിവിടെ 5 എന്ന് എഴുതാം. ഈ 5ഉം 5ഉം വെട്ടിക്കളയാം. അപ്പോൾ അവിടെ ഉത്തരം വരുന്നത് സാധാരണ പലിശ എത്രയാണ്? 65 രൂപയാണ് സാധാരണ പലിശ. 7 ഘാതം x + 2 = 49 ഘാതം 2x - 3 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ഇതിൽ സമത്തിൻ്റെ ഇടതുവശം അതുപോലെ എഴുതാം. 7 ഘാതം x + 2, 7 ഘാതം x + 2 അതുപോലെ എഴുതി. 49നെ നമുക്ക് 7² എന്ന് എഴുതാം. 49നെ 7². എന്തിനങ്ങനെ എഴുതുന്നത് വെച്ചാൽ സമത്തിൻ്റെ ഇരുവശത്തും ബേസ് ഈക്വൽ ആവാനാണ്. പാദസംഖ്യകൾ തുല്യപ്പെടണം. ഇവിടെ 7 49 ആയിരുന്നു. ഈ 49നെ നമ്മൾ 7² എന്ന് എഴുതിയപ്പോൾ പാദങ്ങൾ തുല്യമായി. അപ്പോൾ 49ന് പകരം 7² എന്ന് എഴുതി അതിൻ്റെ കൃതിയായിട്ട് ഇത് എഴുതണം. എന്താണ്? 2x - 3. ഇനി നമുക്കറിയാം a ഘാതം m ഹോൾ ഘാതം n. അതായത് ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി വന്നാൽ നമ്മൾ എന്താ എഴുതുക? a ഘാതം എഴുതിയിട്ട് ഈ കൃതികൾ തമ്മിൽ ഗുണിച്ച് എഴുതുക. m × n. അതുപോലെയാണ് ഇതവിടെ a ഘാതം m ഹോൾ ഘാതം n പോലെയാണ് 7 ഘാതം 2 ഹോൾ ഘാതം 2x - 3. അപ്പോൾ നമ്മളിത് 2 കൂടി ഗുണിക്കണം. അപ്പോൾ ഈ ഇടതുവശം അതുപോലെ എഴുതുക. 7 ഘാതം x + 2 = 7 ഘാതം 2 കൊണ്ട് ഇതിനെ ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 കൊണ്ട് 2നെ ഗുണിക്കണം. 2 × 2x 4x, 2 × -3 -6. ഇപ്പോൾ ഇതൊരു സമവാക്യമാണ്. ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമായി. പാദസംഖ്യകൾ തുല്യമായതുകൊണ്ട് നമ്മുടെ കൃതികളും തുല്യമായിരിക്കും. ഇവിടുത്തെ കൃതി എന്താ? x + 2 സമമായിരിക്കും. ഇവിടുത്തെ കൃതി എന്താ? 4x - 6. നമുക്ക് x ഒക്കെ ഒരു ഭാഗത്ത് എഴുതാം, സംഖ്യകൾ മറുഭാഗത്തും എഴുതാം. അപ്പോൾ ഇവിടെ സംഖ്യ 2 ഉണ്ട്. ഈ -6 എടുത്തു. ഇവിടുത്തെ 2 എഴുതി -6 എടുത്തു +6. ഈ 2 ഇവിടെ എഴുതി -6 എടുത്തു. സമം ഇവിടെ എന്തുണ്ട്? 4x. ഈ പോസിറ്റീവ് x അങ്ങോട്ട് എടുത്തു -x. 2ഉം 6ഉം കൂട്ടിയ 8 = 4x എന്ന് ഒരു x കുറച്ച 3x. 3x = 8 ആണെങ്കിൽ x എങ്ങനെ കാണുക? 8/3 ആണ് എക്സിൻ്റെ വില. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ രാജീവിൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 5-മതും ആതിരയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18-മതുമാണ്. ഇവർക്കിടയിൽ എത്ര പേർ? 40 കുട്ടികളുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ 40 കുട്ടികളുള്ള ക്ലാസ്സിലത്തെ
റാങ്ക് ലിസ്റ്റാണ്, ഇത് റാങ്ക് പട്ടിക. ഇത് മുൻഭാഗമാണെന്ന് സങ്കല്പിക്കുക നമ്മൾ. ഇത് മുൻഭാഗമാണ്, ഇത് പിൻഭാഗമാണ് റാങ്ക് പട്ടികയുടെ. ഇതിൽ 40 കുട്ടികളുടെ ക്ലാസ്. അപ്പോൾ ഇത് ആകെ എത്ര കുട്ടികളാണ്? 40 കുട്ടികളാണ് ഉള്ളത്. രാജീവിൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 5ാമത്. അപ്പോൾ രാജീവിനെ നമുക്ക് R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. രാജീവിൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 5ാമതാണ്. രാജീവ് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 5th ആണ്, 5ാമതാണ്. ആതിരയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18ാമതാണ്. ആതിരയുടെ റാങ്ക് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ആതിരയെ നമുക്ക് A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ആതിര പിന്നിൽ നിന്ന് എത്രാമതാണ്? 18ാമതാണ്. നമ്മുടെ ചോദ്യം ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ രാജീവ് ഇവിടുന്ന് ഇങ്ങോട്ട് 5ാമതാണെങ്കിൽ ഈ ഭാഗത്താകെ 5 പേരുണ്ട്. രാജീവ് അടക്കം ഈ ഭാഗത്ത് 5 പേര്. അതുപോലെ പിൻഭാഗത്ത് നോക്കുമ്പോൾ ആതിര 18ാമതാണെങ്കിൽ ഈ ഭാഗത്ത് ആതിര ഉൾപ്പെടെ എത്ര പേരുണ്ട്? 18. അപ്പോൾ ഇവിടെ രാജീവ് ഉൾപ്പെടെ 5 പേര്, ഇവിടെ ആതിര ഉൾപ്പെടെ 18 പേര്. അപ്പോൾ ഈ ഭാഗത്ത് 18ഉം 5ഉം 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തും കൂടി എത്രയായി? 23. ആകെ എത്ര കുട്ടികളാണ്? 40 കുട്ടികളാണ്. അപ്പോൾ ഇവർക്കിടയിൽ എത്ര പേർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 40 നിന്ന് 23 കുറച്ചാൽ മതി. 40 കുറയ്ക്കണം, 23 ആണ് ഉത്തരം. 40 നിന്ന് 23 കുറച്ചാൽ 17 പേരാണ് ഇവർക്കിടയിലുള്ളത്.